അസ്സലാമലൈക്കും. ഇന്ന് ഞാൻ ബെല്ലാരി ബീഫിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. ബെല്ലാരി ബീഫ് പേര് പോലെ തന്നെ സംഭവം സൂപ്പറാട്ടോ. ഈ റെസിപ്പിയിലേക്ക് വെളുത്തുള്ളിയും ചെറിയുള്ളിയും അത്യാവശ്യത്തിന് വേണം കേട്ടോ. അപ്പം തന്നെ അറിയാമല്ലോ ബീഫും ചെറിയുള്ളിയൊക്കെ ചേരുമ്പോൾ സംഭവം കിടുവാണെന്നുള്ളത്. ഞാനിതിന് വേണ്ടിയിട്ട് 1/2 കിലോ ബീഫാണ് എടുത്തിട്ടുള്ളത്. 1/2 കിലോ ബീഫ് നല്ല ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് വിനെഗറൊക്കെ ചേർത്ത് നല്ലപോലെ കഴുകി വെള്ളമൊക്കെ വാർത്തി വെച്ചിട്ടുണ്ട്. ബീഫിന് കുറച്ച് നേരം ഒന്ന് മസാല പുരട്ടി വെക്കണം കേട്ടോ. ഏത് പാത്രത്തിലാണ് വെക്കുന്നത് ആ പാത്രത്തിലേക്ക് മസാല പുരട്ടി വെക്കുക. ഞാൻ കുക്കറിലാണ് വെക്കുന്നത്. അപ്പോൾ കുക്കറിലേക്ക് ബീഫ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിന് മസാലക്കായിട്ട് ഒരു 3 അല്ലി വെളുത്തുള്ളി, ചെറിയൊരു കഷ്ണം ഇഞ്ചിയും ഒരു 7-8 ചെറിയുള്ളി ഒന്ന് നല്ല പോലെ അരച്ചെടുക്കണം. ഇനി ബീഫിലേക്കുള്ള മസാലക്കായിട്ട് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക. അതിലേക്ക് ഒരു 1.5 ടീസ്പൂൺ മുളക് പൊടിയും ഒരു ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, അതേപോലെ തന്നെ 1/4 ടീസ്പൂണ് പെരിഞ്ജീരകം പൊടിച്ചതും കുറച്ച് ഉപ്പ് കുറച്ച് ചേർത്താൽ മതി കേട്ടോ. വേറൊരു ഇൻഗ്രീഡിയൻസും കൂടെ ചേർക്കുന്നുണ്ട്. പിന്നെ ഒരു 1/4 ടീസ്പൂണോളം വരുന്ന ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, ഒരു 1.5 ടീസ്പൂണ് വെളിച്ചെണ്ണയും കൂടെ ചേർത്തിട്ട് നേരത്തെ അരച്ചില്ലേ ആ വെളുത്തുള്ളി ഇഞ്ചി ചെറിയുള്ളി പേസ്റ്റ് അതും ചേർക്കുക. ആവശ്യത്തിന് കറിവേപ്പില എത്രയാണോ ഇടുന്നത് അത്ര ഇട്ടെടുത്തിട്ട് ഒന്ന് നല്ല പോലെ ഇളക്കിയിട്ട് കൊടുക്കുക. മസാലയൊക്കെ എല്ലായിടത്തും ആവുന്ന രീതിയിൽ ഇങ്ങനെ നവണ്ടി കൊടുക്കുക. എന്നിട്ടൊരു 15 മിനിറ്റ് ഈ മസാല പിടിക്കാൻ വേണ്ടിയിട്ട് വെക്കണേ. ഞാൻ കുക്കറിലാണ് വെക്കണത് പറഞ്ഞില്ലേ. ഞാൻ എൻ്റെ കുക്കറിൽ 5 വിസിലായപ്പം ബീഫ് കറക്റ്റ് വേവായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. ഓരോരുത്തരുടെ കുക്കറിനനുസരിച്ചിട്ടിരിക്കും കേട്ടോ എത്ര വിസിൽ വേണമെന്നുള്ളത്. ഞാൻ എൻ്റെ കുക്കറിൽ 5 വിസിലാകുമ്പോൾ കറക്റ്റ് വേവായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഈ ബീഫിലെ വെള്ളം ഒന്ന് വറ്റിച്ചിട്ടെടുക്കണം. ബീഫിൽ വെള്ളമൊന്നും ഒഴിച്ചിട്ടില്ല കേട്ടോ. ഈ ബീഫ് വേവിച്ചപ്പോൾ അതിലിറങ്ങിയിട്ടുള്ള വെള്ളമാണ്. ഇനി ഇതൊന്ന് നല്ല പോലെ വറ്റിച്ചിട്ടെടുക്കുക. ഈ കുക്കറിൽ തന്നെ വറ്റിക്കാൻ പറ്റുമെങ്കിൽ അതിൽ തന്നെ വറ്റിക്കുക. ഞാൻ അടിയിൽ പിടിച്ചെങ്കിലെന്ന് കരുതിയിട്ട് വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ട് നന്നായിട്ട് വറ്റിച്ചിട്ടെടുക്കുന്നുണ്ട്. അത്യാവശ്യം നല്ല ഫ്ലെയിമിൽ തന്നെ ഇട്ടിട്ട് കരിയാത്ത വിധത്തിൽ നല്ല പോലെ ഇത് ഡ്രൈ ആക്കിയിട്ട് വറ്റിച്ചിട്ടെടുക്കുക. എന്നിട്ടാണ് നമ്മൾ ഇതിലേക്ക് വേണ്ടിയിട്ടുള്ള മസാല തയ്യാറാക്കുന്നത്. ഇതേ ബീഫിലെ വെള്ളമൊക്കെ വറ്റി വന്നിട്ടുണ്ട്. ഇനി ഇതൊന്ന് മസാല ആക്കാൻ വേണ്ടിയിട്ട് വേറൊരു ചട്ടി അടുപ്പത്ത് വെക്കുക. അതിലേക്കൊരു 2-2.5 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. ഇനി ഇതിലൊരു ഇൻഗ്രീഡിയൻസ് ചേർക്കുന്നുണ്ട് പറഞ്ഞില്ലേ, കൊണ്ടാട്ടമുളകാണ് കേട്ടോ. അത്യാവശ്യം വലിയ 3 കൊണ്ടാട്ടമുളകാണ് ചേർത്ത് കൊടുക്കുന്നത്. അതുകൊണ്ടാണ് ഉപ്പ് കുറച്ചിട്ടാൽ മതി എന്ന് പറഞ്ഞത്. ഇത് വറുത്തിട്ട് പൊടിച്ചിട്ട് ബീഫിലേക്ക് ചേർക്കുന്നുണ്ട്. ഇനി നമുക്ക് ഈ എണ്ണയിലേക്ക് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി നീളത്തിൽ കനം കുറച്ച് അരിഞ്ഞത് വന്നിട്ടിട്ട് നല്ല പോലെ വഴറ്റിയെടുക്കുക. ഇഞ്ചി ഒന്ന് മൂത്ത് വരുമ്പോൾ അതിലേക്കൊരു 4 അല്ലി വെളുത്തുള്ളി കനം കുറച്ച് അരിഞ്ഞതും കൂടെ ചേർക്കണേ. അത്യാവശ്യത്തിന് വെളുത്തുള്ളി ചെറിയുള്ളിയൊക്കെ ചേർക്കുന്നുണ്ട് പറഞ്ഞില്ലേ. നേരത്തെ വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് ചേർത്ത്, അതേപോലെ തന്നെ വെളുത്തുള്ളി ചെറിയുള്ളി ഇഞ്ചി അരച്ചിട്ടും ചേർത്ത്. ഇനിയിപ്പോൾ അത് നീളത്തിൽ അരിഞ്ഞിട്ടും ചേർക്കുന്നു. ഈ വെളുത്തുള്ളി ഒന്ന് മൂത്ത് വന്നു കഴിഞ്ഞാൽ അതിലേക്കൊരു 10-12 ചെറിയുള്ളി നീളത്തിൽ അരിഞ്ഞതും കൂടെ ചേർത്തിട്ട് നല്ല പോലെ വഴറ്റിയിട്ടെടുക്കുക. നമ്മുടെ നാടൻ റെസിപ്പിയിൽ അല്ലെങ്കിൽ വെളിച്ചെണ്ണയും കറിവേപ്പിലയും ചെറിയുള്ളിയും ആണല്ലോ സ്പെഷ്യൽ അല്ലേ, അതിൻ്റെ ആ സ്മെല്ല്. നമ്മളിനി അടുത്തതായിട്ട് ഇട്ട് കൊടുക്കുന്നത് കറിവേപ്പിലയാണ് കേട്ടോ. ഞാൻ 2 അല്ലി കറിവേപ്പിലയാണ് ഇട്ട് കൊടുക്കുന്നത്. എത്രയാണോ നിങ്ങളടുത്ത് കറിവേപ്പില ഉള്ളത് അത്രയും ഇട്ട് കൊടുക്കുക. എത്രത്തോളം ഇട്ടാൽ അത്രയും ടേസ്റ്റാണ്. ബീഫിലൊന്ന് കറിവേപ്പിലും വെളിച്ചെണ്ണ എത്ര ഒഴിച്ചാലും കാണൂല. ഈ കറിവേപ്പില ഇട്ടിട്ട് ഒന്ന് വഴറ്റിയെടുത്തതിന് ശേഷം ഞാൻ അത്യാവശ്യം വലിയൊരു സവാള കനം കുറച്ച് അരിഞ്ഞത് ചേർക്കുന്നുണ്ട്. എന്നിട്ട് നല്ല പോലെ ബ്രൗൺ കളറാവുന്ന വരെ വഴറ്റിയിട്ടെടുക്കണേ. ഈ ഉള്ളി ഒന്ന് റെഡി ആവുന്ന സമയം കൊണ്ട് നമുക്ക് നേരത്തെ വറുത്ത് വെച്ച കൊണ്ടാട്ടമുളകിൽ അതൊന്ന് പൊടിച്ചെടുക്കുക. കൊണ്ടാട്ടമുളകിൻ്റെ കൂടെ വറ്റൽമുളകും കൂടെ ചേർക്കണം കേട്ടോ. ഞാൻ 3 കൊണ്ടാട്ടമുളകാണ് എടുത്തിരുന്നത്. അതിലേക്കൊരു 3 വറ്റൽമുളകും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ട് ക്രഷ് ചെയ്തിട്ടെടുക്കുന്നത്. എരിവ് കൂടുതലൊന്നുമില്ല കേട്ടോ. നമുക്ക് പൊടിച്ചെടുക്കുമ്പോൾ തോന്നുന്ന സ്മെല്ലുകൊണ്ട് ഭയങ്കര എരിവാണല്ലോ. അത് കുട്ടികൾക്കൊക്കെ കഴിക്കാൻ പറ്റിയ പാകത്തിനുള്ള എരിവാണ് കേട്ടോ ഇതിലേക്ക് ചേർത്തിട്ടുള്ളത്. ഇതേപോലെയാണ് ക്രഷ് ചെയ്തിട്ടെടുത്തിട്ടുള്ളത്. എന്നിട്ട് ഉള്ളി നല്ലപോലെ വഴറ്റിയെടുക്കുക കേട്ടോ. എത്രത്തോളം വഴറ്റുന്നോ അത്രയും ടേസ്റ്റാണ്. ഉള്ളി നല്ല പോലെ വഴറ്റി വന്നിട്ടുണ്ട്. ഇനി ഒന്ന് തീ കുറച്ച് വെച്ചിട്ട് കുറച്ചുകൂടി മസാലപ്പൊടി ആഡ് ചെയ്യുക. ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ കുരുമുളക് പൊടിച്ചത്, 1/2 ടീസ്പൂൺ പെരിഞ്ജീരകം പൊടിച്ചതും, ഒരു 1/4 ടീസ്പൂണോളം ഗരം മസാല പൊടിച്ചതും ചേർത്തിട്ട് നേരത്തെ പൊടിച്ച കൊണ്ടാട്ടും വറ്റൽമുളകും ഇല്ലേ അതും കൂടെ ചേർത്ത് നന്നായിട്ട് ഇളക്കിയെടുക്കുക. ഇതൊരു 3 ടീസ്പൂൺ ഉണ്ടായിരുന്നു കേട്ടോ പൊടിച്ച് വന്നപ്പോൾ. എന്നിട്ട് ഇത് നല്ല പോലെ മൂപ്പിച്ചെടുത്ത് കഴിഞ്ഞതിന് ശേഷം നേരത്തെ നമ്മൾ വെള്ളമൊക്കെ വറ്റിച്ച ബീഫ് ഉണ്ടല്ലോ ഈ ഉള്ളിലേക്ക് ഇട്ട് കൊടുക്കുക.
ബീഫ് ഇട്ട് കഴിഞ്ഞാൽ ഒന്ന് തീ കൂട്ടി വെക്കണം കേട്ടോ. ആ ബീഫ് മസാല ഒന്നും കൂടി ഒന്ന് ഡ്രൈ ആവാൻ വേണ്ടിയിട്ട് തീ കൂട്ടി വെച്ചിട്ട് തന്നെ ഇളക്കിയിട്ട് കൊടുക്കുക. ഞാനിതിലേക്ക് കുറച്ചും കൂടി വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. 1 ടേബിൾ സ്പൂണും കൂടെ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഒന്നും കൂടി ഒന്ന് നല്ല പോലെ മുരിഞ്ഞ് കിട്ടും. ഉപ്പ് നമ്മൾ ബീഫ് വേവിക്കുമ്പം കുറച്ചിട്ടിരുന്നു, അതേപോലെ തന്നെ മുളകിലും ഉപ്പുണ്ടായിരുന്നു. അപ്പോൾ ആവശ്യത്തിന് നോക്കിയിട്ട് ഉപ്പ് കുറവുണ്ടെങ്കിലൊക്കെ ഇപ്പോൾ ചേർത്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് ഞാനൊരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടെ ചേർക്കുന്നുണ്ട് കേട്ടോ. കുരുമുളക് പൊടി എല്ലായിടത്തും ആവുന്ന രീതിയിൽ ഒന്നും കൂടെ ഒന്ന് ഇളക്കി കൊടുത്തിട്ട് ഒരു 5 മിനിറ്റും കൂടെ ഒന്ന് ഇളക്കി കൊടുത്തിട്ട് നമുക്ക് തീ ഓഫ് ചെയ്യാം. ഞാനിത് മൊത്തത്തിൽ ഈ മസാലയിലേക്ക് ബീഫ് ഇട്ടിട്ട് 15 മിനിറ്റിൽ ഹൈ ഫ്ലെയിമിലിട്ടിട്ട് തന്നെ ഇളക്കിയിട്ട് കൊടുത്തിട്ടോ. അപ്പോഴാണ് ഇതിങ്ങനെ നല്ല മുരിഞ്ഞ മസാല ഒക്കെ പിടിച്ചിട്ട് നല്ല അടിപൊളി ടേസ്റ്റായിട്ട് വന്നിട്ടുള്ളത്. നമ്മളിങ്ങനെ തുടരെ ഇളക്കി കൊടുത്താൽ മതി, അപ്പോൾ കരിഞ്ഞൊന്നും പോകില്ല. ഇരുമ്പ് ചട്ടിയൊക്കെ ആകുമ്പോൾ നമുക്ക് പേടിക്കാനുമില്ല. ഇനി തീ ഓഫ് ചെയ്തിട്ട് അതിലേക്ക് പച്ചമുളക്, ഞാനൊരു 3 പച്ചമുളക് 3ആയിട്ട് കീറിയിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ അതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ടിട്ട് നമുക്ക് സെർവ് ചെയ്തിട്ടെടുക്കാം. ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അടിപൊളി കോമ്പിനേഷനാണ്. നമുക്ക് പൊറോട്ടൻ്റെ കൂടായാലും ചോറിനായാലും നെയ്ച്ചോറിൻ്റെ കൂടായാലും ചപ്പാത്തിക്കും എല്ലാത്തിൻ്റെ കൂടെയും കഴിക്കാൻ പറ്റിയ ഒരു റെസിപ്പിയാണിത്. ഇത് കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടും. അതേപോലെ നമുക്കിപ്പോൾ പുറത്തോട്ടൊക്കെ ഉണ്ടാക്കിയിട്ട് കൊടുത്തയക്കണമെങ്കിലും ഈ പച്ചമുളകൊക്കെ ഇടാഞ്ഞാൽ മതി. പുറത്തോട്ടൊക്കെ കൊടുത്തയക്കാൻ പറ്റി ഡ്രൈ ആയിട്ട് എടുക്കുന്നതല്ലേ, അപ്പോൾ കേട് വരാണ്ട് നമുക്ക് യാത്രയിലൊക്കെ കൈ പിടിക്കാൻ പറ്റിയതാണ്. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നത്. നിങ്ങൾ ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്തിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ബീഫ് ഇഷ്ടപ്പെടുന്ന മറ്റുള്ളവരിലേക്ക് ഈ വീഡിയോ എത്തിക്കുക കേട്ടോ. അപ്പോൾ സബ് ചെയ്യുക, അതേപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റിലൂടെ അറിയിക്കുക. ഇൻഷാ അല്ലാഹ് നെക്സ്റ്റ് വീഡിയോയിൽ വേറെ റെസിപ്പി ആയിട്ട് കാണാം. അസ്സലാമു അലൈക്കും.